നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥോ? പ്രധാനമന്ത്രി പദത്തിൽ കണ്ണുനട്ടിരിക്കുന്ന അമിത്ഷായെ വെട്ടിനിരത്തി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി പദവിയിലെത്തിച്ച് ഹൈന്ദവവൽക്കരണത്തിന് രാജ്യത്ത് പുതിയ മുഖം നൽകുമോ എന്ന് സംശയിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA ഭൂരിപക്ഷം നേടിയാൽ അടുത്ത ഊഴത്തിലും മോദി പ്രധാനമന്ത്രിയാകുമെന്നതിൽ സംശയം വേണ്ട. എന്നാൽ മോദിക്ക് 75 വയസ്സ് തികയുമ്പോഴോ അതല്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലോ യോഗി ആദിത്യനാഥിനെ തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയായി വാഴിച്ച് കാവ്യവൽക്കരണത്തിന് പുതിയ മുഖം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കിയ ശേഷം നരേന്ദ്രമോദി ഹിമാലയത്തിലേക്ക് സന്യാസത്തിന് പോകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള BJPയിലെ രണ്ടാമനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെ ഒഴിവാക്കി യോഗി ആദിത്യനാഥിനെ അവരോധിച്ചാൽ BJPയിൽ ഉണ്ടാക്കാവുന്ന സ്ഫോടനം ചില്ലറയല്ല. ഒന്നുകിൽ BJP പിളരും, അതല്ലെങ്കിൽ അമിത്ഷായെ നരേന്ദ്രമോദി പുറത്താക്കും. ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രചാരണത്തിലുടനീളം ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഹിന്ദി ബെൽറ്റിൽ അമിത്ഷായെ അപ്രസക്തനാക്കി യോഗി ആദിത്യനാഥിനെയാണ് മോദി പ്രചാരണത്തിന് ഒപ്പം കൂട്ടിയിരിക്കുന്നത്. യോഗിയെ അടുത്ത പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കാനുള്ള അരങ്ങേറ്റമാണ് BJPയിൽ നടക്കുന്നതെന്ന സൂചനകൾ പുറത്തുവരികയാണ്. മോദിയുടെ രാഷ്ട്രീയ വളർച്ചയിലും BJPയുടെ മുന്നേറ്റത്തിലും ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചയാളാണ് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള അമിത്ഷാ. ഒരു സംസ്ഥാനത്തിന് നിന്ന് തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്യാൻ പോലും BJPയിൽ ആരുമില്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. BJPയും NDAയും വീണ്ടും ഭരണത്തിലെത്തിയാൽ അമിത്ഷായ്ക്ക് തികച്ചും അപ്രസക്തമായ വകുപ്പ് നൽകി അദ്ദേഹത്തെ ഒതുക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലായിരിക്കും BJPക്ക് ഏറ്റവും നേട്ടമുണ്ടാക്കുക. ഉത്തർപ്രദേശിൽ നിലവിലെ സാഹചര്യത്തിൽ 60 സീറ്റുകളിൽ BJP വിജയിക്കുമെന്നാണ് മോദിയുടെ പ്രതീക്ഷ. ഉത്തർപ്രദേശിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ലോക്സഭയിലും മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്ന യോഗി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകണമെന്നതാണ് മോദിയുടെ മനസ്സിലിരിപ്പ്. യോഗി ആദിത്യനാഥ് 1998 മുതൽ 2017 വരെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും ഒരു ദശാബ്ദക്കാലം പാർലമെന്റിൽ അംഗമായിരുന്നു. 26-ാം വയസ്സിൽ പാർലമെന്റ് അംഗമായ യോഗി ഇന്നും തോൽവി അറിയാത്ത നേതാവാണ്. വിവാദങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയപ്പോഴൊക്കെ നരേന്ദ്രമോദി പൂർണ്ണമായി യോഗിയെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചിരുന്നത്. 2017-ൽ അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് യോഗി മാറുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പൂർണ്ണ കാവ്യ സന്യാസിയായ യോഗി ഗോരഖ്പൂരിലെ ഹിന്ദു ആശ്രമമായ ഗോരഖ്നാഥ് മഠത്തിന്റെ പ്രധാന പുരോഹിതൻ കൂടിയാണ്. അത്തരത്തിൽ കാവി ആധ്യാത്മികതയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യത പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നരേന്ദ്രമോദി. ഹിന്ദു ദേശീയവാദ സംഘടനയായ ഹിന്ദു യുവവാഹിനിയുടെ സ്ഥാപകൻ കൂടിയാണ് 52-കാരനായ യോഗി ആദിത്യനാഥ്. 1972 ജൂൺ 5-ന് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളിലെ പഞ്ചൂർ ഗ്രാമത്തിൽ ഒരു രജപുത്ര കുടുംബത്തിലാണ് യോഗി ആദിത്യനാഥ് എന്ന അജയ് മോഹൻ സിംഗ് ജനിച്ചത്. ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുള്ള യോഗിയുടെ രാഷ്ട്രീയത്തിലെ ഓരോ ചുവടുവയ്പ്പുകളും ബുദ്ധിപരമായ കണക്കുകൂട്ടലിൽ തന്നെയാണ്. തികച്ചും അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലെത്തി അപ്രതീക്ഷിത പദവികൾ കയ്യിൽ വന്നു ചേർന്ന പാരമ്പര്യമാണ് ഈ സന്യാസിക്കുള്ളത്. MP ആയതും MLA ആയതും പിന്നീട് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായതുമൊക്കെ തികച്ചും അവിചാരിതമായിട്ടാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു സന്യാസത്തിലേക്കുള്ള വരവിൽ യോഗിയുടെ മനസ്സിലുണ്ടായിരുന്നത്. രാമക്ഷേത്രം എന്ന ലക്ഷ്യം സാധിച്ചതോടെ മോദിക്ക് യോഗിയിൽ പ്രതീക്ഷയും വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് ശേഷം BJP ഭരണത്തിൽ തുടരാൻ ശക്തനായ നേതാവ് അമിത്ഷായേക്കാൾ യോഗിയാണെന്ന് നരേന്ദ്രമോദി കരുതുന്നു എന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.